എ മിൽക്ക് മാൻ ബൈസ് 20 ലിറ്റർ ഓഫ് മിൽക്ക് ഫ്രം എ ഡയറി അറ്റ് ദ കോസ്റ്റ് ഓഫ് റസ് 50 പെർ ലിറ്റർ. ഒരു പാൽ കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നു? 20 ലിറ്റർ പാല് ഒരു ഡയറിയിൽ നിന്ന്, ഒരു പാൽ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ 1 ലിറ്ററിൻ്റെ വിലയെന്ന് പറയുന്നത് 50 രൂപയാണ്. അദ്ദേഹം 20 ലിറ്റർ പാല് വാങ്ങിച്ചു. ഹി ആൾസോ പർച്ചേസസ് സം മിനറൽ വാട്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 20 റുപ്പീസ് പെർ ലിറ്റർ. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? കുറച്ച് വാട്ടർ കൂടി വാങ്ങിച്ച് ഈ പറയുന്ന പാലിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന്, 1 ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ വിലയെന്ന് പറയുന്നത് 20 രൂപയാണ്. ആൻഡ് ഹി ദെൻ സെൽസ് ദ അഡൾട്ടറേറ്റഡ് മിൽക്ക് അറ്റ് ദ റേറ്റ് ഓഫ് റസ് 60. എന്നിട്ട് ഈ കൃത്രിമം ചേർത്ത പാൽ ഇദ്ദേഹം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 1 ലിറ്ററിന് 60 രൂപ എന്ന് പറയുന്ന കണക്കിൽ വിൽക്കുകയാണ്. ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് റസ് 400. 400 രൂപയാണ് അദ്ദേഹത്തിന് അങ്ങനെ വിറ്റപ്പോൾ ലാഭം കിട്ടിയത്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഹി ആഡഡ് ടു ദ മിൽക്ക്? എത്ര ലിറ്റർ വെള്ളമാണ് അദ്ദേഹം മിൽക്കിലേക്ക് ആഡ് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ കോസ്റ്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് അദ്ദേഹം 1 ലിറ്റർ പാൽ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് 20 ലിറ്റർ മിൽക്ക് 20 × 50. ഓക്കെ, അപ്പോൾ 20 ലിറ്റർ പാൽ വാങ്ങിക്കുമ്പോൾ 20 × 50 1000 രൂപ. കോസ്റ്റ് ഓഫ് മിനറൽ വാട്ടർ എന്ന് പറയുന്നത് പെർ ലിറ്ററിന് എത്രയാണ്? 20 രൂപയാണ് അല്ലേ? ഓക്കെ, ഹൗ മച്ച് മിനറൽ വാട്ടർ ആഡഡ് ടു ദ മിൽക്ക്? എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 400 ആണ്. ലാഭം എത്രയാണ് കിട്ടിയത്? 400 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ്, അദ്ദേഹം വാങ്ങിയ വില എത്രയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവായ പൈസ എത്രയാണ്? 50 × 20 എത്രയാണ്? 20 ലിറ്റർ പാല് വാങ്ങിച്ചു, 1 ലിറ്ററിന് 50 രൂപയാണ്. പ്ലസ് 20x. 20x എങ്ങനെ വന്നു? ഈ പറയുന്ന മിനറൽ വാട്ടറിന് 1 ലിറ്ററിന് 20 രൂപയാണ്. എത്ര ലിറ്റർ നമുക്ക് അറിയത്തില്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഇനി സെല്ലിംഗ് പ്രൈസ്, അത് അദ്ദേഹം എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതാണ്. 1 ലിറ്ററിന് 60 രൂപ വെച്ചാണ് വിറ്റത്. അപ്പം 20 ലിറ്റർ അതിനകത്ത് പാലുണ്ട്. പ്ലസ് എന്താണ് ഈ പറയുന്ന എത്ര ലിറ്റർ വെള്ളം ചേർത്തു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ 20 എന്നുള്ള വാല്യൂ നമ്മളവിടെ കൊടുക്കുന്നു. 20x എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നത്. കാരണം എത്ര ലിറ്റർ വെള്ളമാണ് ചേർത്തതെന്ന് നമുക്കറിയില്ലല്ലോ. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുന്നത് 400 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ച് 400 രൂപ. അപ്പം 60 × 20 + 20x മൈനസ് 50 × 20 + 20x = 400. ഓക്കെ, അപ്പം നമ്മൾ ഈ 60 20 കൊണ്ട് ഇൻറ്റു ചെയ്ത് 1200 + 20x മൈനസ് 50 × 20 1000 + 20x = 400. അപ്പോൾ ഈ 1200 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 കുറച്ച് 200 എന്ന് എഴുതുന്നു. 20x + 20x = 40x = 400. അപ്പോൾ ഈ 40x = ഈ 200 ഇപ്പുറം വരും. 400 - 200 = 200. x = 200 ഡിവൈഡഡ് ബൈ ഈ 40 താഴെ എഴുതും. 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹി ആഡഡ് 5 ലിറ്റർ വാട്ടർ ഇൻ ദി മിൽക്ക്. അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കാം. അപ്പം ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 50 × അപ്പം ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മളിനി ആ വാല്യൂ ഒന്ന് ഇട്ട് നോക്കുന്നതേ ഉള്ളൂ. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 × 20 + 20 × എക്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു, 5 എന്ന് കൊടുത്തു. അപ്പോൾ 1100 രൂപയാണ് അദ്ദേഹത്തിന് മൊത്തത്തിൽ ചിലവായ പൈസ എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് അദ്ദേഹം എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ്. അപ്പം 20 ലിറ്റർ പാലിനോടൊപ്പം അദ്ദേഹം 5 ലിറ്റർ വെള്ളം കൂടിയാണ് ചേർത്തത് അല്ലേ? അപ്പോൾ 25 ലിറ്ററായി മൊത്തത്തിൽ. അപ്പോൾ 60 രൂപയ്ക്കാണ് അദ്ദേഹം ശേഷം 60 രൂപ, 1 ലിറ്ററിന് 60 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ എത്ര? 60 × 25 ലിറ്റർ അല്ലേ? 1500 രൂപ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1500 - 1100 = 400.